മുസ്ലിം ലീഗിനെതിരെ ഒമർ ഫൈസി മുക്കം. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗ് അനുകൂലികൾ വാർത്ത സൃഷ്ടിക്കുന്നു എന്ന് ഒമർ ഫൈസി മുക്കം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ലീഗിന് നാശമുണ്ടാക്കുമെന്നും ഒമർ ഫൈസി മുക്കത്തിന്റെ മുന്നറിയിപ്പ്. ലീഗിനെ നശിപ്പിക്കല്ലോ, അവർ വഞ്ചത പോലെ ഉള്ളിൽ കൂടെയാണ് കയറി നശിപ്പിക്കുക. അറിയൂല. അതുകൊണ്ട് അവരുടെ ചങ്ങായിത്വം ലീഗിന് അപകടമാണ്. ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊരു ലേഖനം എഴുതി. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ്. മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും. KT സ്വാലിഹ് മലപ്പുറത്ത് നിന്നും ചേരുന്നത്. സ്വാലിഹ്, നേരത്തെ തന്നെ ഉമർ ഫൈസി മുക്കം ലീഗിനോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പൊക്കെ കൃത്യമായി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഉമർ ഫൈസി മുക്കത്തിന് മറുപടിയായി PMA സലാം ഏത് രീതിയിൽ നിലപാടെടുത്തു എന്നും നമ്മൾ കണ്ടതാണ്. നിലവിൽ സമസ്തയ്ക്കിടയിലും ലീഗിനിടയിലും വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഉമർ ഫൈസി മുക്കം വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ലീഗിന് നല്ലതല്ല എന്ന്. വിനിഷ, മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖ് അലി തങ്ങളെയും ചൊല്ലി സമസ്ത EK വിഭാഗത്തിലെ ഭിന്നത ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ മുശാവറ യോഗത്തിൽ അസ്വാഭാവികമായ തർക്കങ്ങൾ ഉണ്ടായി എന്ന് ഇന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് വാർത്താക്കുറിപ്പിൽ സമസ്ത നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മതപണ്ഡിതനല്ലാത്ത സാദിഖ് അലി തങ്ങളുടെ ഖാദി സ്ഥാനം, ഒപ്പം മുസ്ലിം ലീഗിന്റെ ജമാഅത്ത് ബന്ധം, സുപ്രഭാതം പത്രത്തിലെ ഇടതുമുന്നണി പരസ്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് സമസ്തയിൽ വലിയ ഭിന്നത തുടരുന്നത്. മുശാവറ യോഗത്തിലും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് വിളിച്ച സമവായ ശ്രമങ്ങളിലൊന്നും തന്നെ ഈ തർക്കം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ബന്ധം വലിയ നാശം മുസ്ലിം ലീഗിന് തന്നെ ഉണ്ടാക്കും, അത് ഉള്ളിൽ കയറി നശിപ്പിക്കുമെന്നാണ് മുഖം ഉമർ ഫൈസി മുന്നറിയിപ്പ് നൽകുന്നത്. മുശാവറ യോഗത്തിലെ ഉമർ ഫൈസിയുടെ പരാമർശങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് അനുകൂലിയായ അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹാവുദ്ദീൻ നദ്വി, മറ്റൊരു സമസ്ത മുശാവറയിലെ ലീഗ് അനുകൂലിയാണ്, അദ്ദേഹവും ഉമർ ഫൈസിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ തുടരുകയാണ്. മുശാവറ യോഗത്തിൽ ഭിന്നത ഉണ്ടായിട്ടില്ലെന്നും പ്രസിഡന്റ് ഇറങ്ങിപ്പോയിട്ടില്ലെന്നും മുക്കം ഉമർ ഫൈസിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കകം വീണ്ടും മുശാവറ യോഗം ചേരാനാണ് സമസ്തയുടെ ശ്രമം. വിനിഷ.